പലയിടത്ത് പല കളറായിട്ടിരുന്നാലേ ഇന്ത്യ മഹാരാജ്യത്തിലെ പല സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തും പോലെ ഇരിക്കും. ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സിന് സ്വാഗതം. അങ്ങനെ പറയുമ്പോൾ പഴയ സബ്സ്ക്രൈബേഴ്സ് പിണങ്ങണ്ട കേട്ടോ, അവർക്കും സ്നേഹത്തോടെ തന്നെ സ്വാഗതമുണ്ട്. എന്നാലും നമ്മൾ പുതിയതായി വരുന്നവരെ പ്രത്യേകം വരവേൽക്കണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത്. അപ്പം ഇന്നലെ ഞാൻ നല്ല ഒരു ബ്യൂട്ടി ടിപ്പ് ചെയ്തിരുന്നു. കോഫി പൗഡർ കൊണ്ടുള്ള ഒരു ഫേഷ്യൽ. അതിന് ഇൻസ്റ്റൻ്റായിട്ട് ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ അത് കുറച്ച് ആൾക്കാരത് ഇഷ്ടപ്പെട്ടു, വീഡിയോസ് കാണുന്നുണ്ട്, നല്ല കമൻ്റൊക്കെ വരുന്നുണ്ട്. ഇന്നും ഞാൻ മറ്റൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. കോഫി പൗഡർ കൊണ്ടുള്ള ഫേഷ്യൽ പോലെ തന്നെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് സ്കിൻ ഗ്ലോ ആകാനും കളർ കൂടാനും ഒക്കെയുള്ള ഒരു ബ്യൂട്ടി ടിപ്പ്. ഇന്ന് പറയുന്ന ഈ ടിപ്പ് നിങ്ങൾ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ചേഞ്ച് നേരിട്ട് മനസ്സിലാകുന്നതാണ്. ഇനിയിപ്പോൾ ചൂടൊക്കെ കൂടുവാണല്ലേ, പുറത്തിറങ്ങണമെങ്കിൽ കുടയെടുക്കണം കേട്ടോ, അത് മറന്നു പോകരുതേ. കറുത്ത കുടയല്ല വേണ്ടത്, മറ്റ് കളറുകളുള്ള കുട. കറുത്ത കുടയാകുമ്പം പെട്ടെന്ന് ചൂടിനെ ആഗിരണം ചെയ്യും. സൂര്യൻ്റെ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെയൊക്കെ ശക്തി കൂടിക്കൊണ്ടിരിക്കുക. എന്തൊരു വെയില! ഒരു 9 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒരു 5 മണി വരെ. എനിക്കാണെങ്കിൽ എൻ്റെ സ്കിന്ന് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ എനിക്ക് ഒരു ഇത്തിരി വെയിൽ കൊണ്ടാൽ മതി, അപ്പോഴേ സ്കിന്നിൽ ഡിസ്കളറേഷൻ വരും. മെലസ്മ നേരത്തെ ഉണ്ടായിരുന്നത് മാറിയതാണ്, അതിപ്പം 2 വെയിൽ കൊണ്ടാൽ അന്നേരം അത് വീണ്ടും തിരിച്ചു വരുന്ന ഒരു തോന്നൽ എനിക്കുണ്ടാകുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി ഞാൻ മുഖം വെയിൽ കൊള്ളിക്കാതെ ശ്രദ്ധിക്കുകയാണ്. മുഖം മാത്രമല്ല, എൻ്റെ ഈ വസ്ത്രം കൊണ്ട് മറയാത്ത കഴുത്ത്, കൈയുടെ ഭാഗം എല്ലാം അങ്ങോട്ട് ചൊറിഞ്ഞ് ചുമന്ന് തടിച്ചൊക്കെ വരും, അല്ലെങ്കിൽ പെട്ടെന്നൊരു കരുവാളിപ്പ് വരും. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട്, ഈ പെട്ടെന്നുണ്ടാകുന്ന കരിവാളിപ്പ്, സൺ ടാൻ ഒക്കെ മാറാനായിട്ട് ഞാൻ ഇന്ന് പറയുന്ന ഈ ഫേഷ്യൽ വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. ഇതിനകത്ത് നമ്മുടെ തന്നെ അടുക്കളയിലുള്ള 3-4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും വളരെ ചിലവ് കുറഞ്ഞതും ആയിട്ടുള്ള 3-4 ഇൻഗ്രീഡിയൻസ്. ഇനി ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും സമയമില്ല എന്ന് പരാതിയും പരിഭവം ഒന്നും വേണ്ട. അടുക്കളയിൽ പണിയുന്നതിനിടയിൽ കൂടി എന്തെങ്കിലുമൊക്കെ കറിക്കരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് പാകം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ഇത് അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. ഒരു 15 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഫേഷ്യൽ തന്നെ അതിനു മുമ്പ് സ്ക്രബുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഗുണം കിട്ടും. മുഖം ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം, അപ്പോൾ നമ്മുടെ ഈ സുഷിരങ്ങളൊക്കെ അല്ലേ, സ്കിന്നിലെ ചെറിയ ചെറിയ സൂക്ഷ്മങ്ങളായ സുഷിരങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കിട്ടും. സ്റ്റീം ആവി കൊള്ളിച്ചു കഴിഞ്ഞാൽ നന്നായി ഒന്ന് ആവി കൊള്ളിക്കാം സമയമുള്ളവർക്ക്. അതിനുശേഷം ഏതെങ്കിലുമൊക്കെ മെത്തേഡിൽ സ്ക്രബ് ചെയ്യാം. കുറേ മെത്തേഡുകൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ കാണുന്നില്ലേ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാം. അതിനും ശേഷം 3ാമത്തെ സ്റ്റെപ്പായിട്ട് ലൈക്ക് യൂസ് ചെയ്യാം. ഇനി സമയക്കുറവുള്ളവർക്ക് ഇത് മാത്രം യൂസ് ചെയ്താലും മതി. അപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം ടൈപ്പ് ബീറ്റ്റൂട്ടാണേ. നമ്മൾ ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ വാടിപ്പോയതൊന്നും ആകരുത് കേട്ടോ. കടയിൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ വാടിയൊക്കെ ഇരിക്കുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസം കൂടെ കഴിയുമ്പം കുറേയും കൂടെ വാടിയതാവും. അതുകൊണ്ട് വാടാതെ പരമാവധി നല്ല ഫ്രഷ് ബീറ്റ്റൂട്ട് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് മുറിച്ചെടുക്കുക. അപ്പം അതിനകത്ത് ചോരയും നീരൊക്കെ ഉണ്ടാവും, ബീറ്റ്റൂട്ടിൻ്റെ ആ സ്വാഭാവികമായ ജലാംശമൊക്കെ ഉണ്ടാവും. അപ്പോഴാണല്ലോ നമുക്കിത് അരച്ചെടുക്കുമ്പോൾ കൂടുതൽ നീര് കിട്ടുക. അപ്പോൾ ഇത് ഞാനൊന്ന് മുറിക്കട്ടെ കേട്ടോ. ഞാനിപ്പം ഒരു ചെറിയ പീസ് എടുക്കുന്നുള്ളേ, എൻ്റെ അതൊരു കുഞ്ഞു മുഖമല്ലേ. അപ്പോൾ കുറച്ച് മതി. ബാക്കി കറിയിലിടാലോ, വെറുതെ കളയുന്നതിനാ. കറിയിലിടാം, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കാം. ബീറ്റ്റൂട്ട് ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് അകത്തും പുറത്തും നമുക്ക് ബ്യൂട്ടിക്കും ഹെൽത്തിനും ഉപകരിക്കുന്ന ഒന്നാണല്ലേ ബീറ്റ്റൂട്ട്. അതുപോലെ തന്നെയാണ് ക്യാരറ്റും ഒക്കെ. ഇത് നല്ല കളറുള്ള ഇതാണല്ലോ. അപ്പോൾ ഈ കളറ് നമ്മളുടെ
കളർ കൂടാനും സഹായിക്കും. ഇത്തരം കളറുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം എന്നല്ലേ പറയുന്നത്, രക്തമുണ്ടാകാനും ഒക്കെ ആയിട്ടേ. അപ്പോൾ ഇത് സ്കിന്ന് ക്ലിയർ ചെയ്യും. നമ്മളിതിന് മുമ്പ് ഒരു സ്ക്രബ് കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിലെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ കളയാൻ പറ്റും, റിമൂവ് ചെയ്യപ്പെടും. അതിനുശേഷം ഇതങ്ങോട്ട് അപ്ലൈ ചെയ്താൽ ഇതൊരു ആൻറ്റി ഏജിങ് സാധനമാണ്. ആൻറ്റി ഏജിങ് ഇഫക്റ്റ് നൽകുന്ന ഒന്നാണ് ബീട്രൂട്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അകത്തേക്ക് കഴിച്ചാൽ ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്കിത് എങ്ങനെയൊക്കെ കഴിക്കാം? കറി വെച്ച് കഴിക്കാം, അച്ചാറിട്ട് കഴിക്കാം. പിന്നെ ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതലും പച്ചയ്ക്ക് തിന്നാം. ബീട്രൂട്ട് അത്രയ്ക്ക് പച്ചയ്ക്ക് തിന്നാൻ പറ്റില്ല, റോ ആയിട്ട് കഴിക്കാൻ പറ്റില്ല, എന്തോ ഒരു ചുവയുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്, അത്രയ്ക്ക് ഇഷ്ടമില്ല. ഞാൻ ക്യാരറ്റ് എന്ന് ഓരോന്ന് കഴിക്കും, ഡെയിലി ഓരോന്ന് കഴിക്കും. ഇതങ്ങനെ അങ്ങ് പച്ചയ്ക്ക് കഴിക്കാറില്ല. പിന്നെ ഇത് ABC ജ്യൂസ് അടിച്ച് കഴിക്കാം അല്ലേ? ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും കൂടിയിട്ട് ABC ജ്യൂസ് തയ്യാറാക്കി അതിലേക്ക് ഹണിയും ഇഞ്ചി നീരും ഒഴിച്ച് കഴിച്ചാൽ വളരെ ഗുണകരമായ ഒരു ആരോഗ്യ പാനീയമാണ്. പിന്നെ ABC പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കി സൂക്ഷിച്ചിട്ട് അത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഈ ബീട്രൂട്ട് ഞാൻ ചെറിയൊരു പീസ്, ആ മീഡിയം ബീട്രൂട്ടിൻ്റെ 4 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചുകൊണ്ട് വരാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതേ പോയി ഇതാ വന്നു, ഞാൻ ബീട്രൂട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, നല്ല ചുവന്ന ജാമ് പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ സോസ് പോലെയൊക്കെ ഇരിക്കുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അരിച്ചെടുക്കാമേ. അരിച്ചെടുത്തിട്ട് നീര് മാത്രം എടുക്കാം. ഞാനിതിപ്പോൾ അങ്ങനെയല്ല, ഞാനിത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചുകൊണ്ട് വന്നേക്കുക. നീര് മാത്രമല്ല, അത് മൊത്തത്തിൽ അങ്ങ് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ അല്പം കടലമാവ്. ഇത് ഒന്നും വലിയ വിലയുള്ള സാധനങ്ങളല്ലല്ലോ. ബീട്രൂട്ട് മിക്കപ്പോഴും നമ്മുടെ അടുക്കളയിൽ കാണും അല്ലേ? ചെറിയ ഒരു പീസ് മതി. ഞാൻ ആ മീഡിയം ബീട്രൂട്ടിൻ്റെ 4 എടുത്തുള്ളൂ. എന്നിട്ടും ഇത് ധാരാളമുണ്ട്. അതിൻ്റെയും പകുതി മതിയായിരുന്നു, 8 മതിയായിരുന്നു. പിന്നെ കഴുത്തിലും കയ്യിലും ഒക്കെ കൂടി അപ്ലൈ ചെയ്യാനാകുമ്പോൾ ഇത് വേണം. നമ്മൾ ഏത് കാര്യം എടുക്കുമ്പോഴേ ഇതൊക്കെ മാത്രം പോരല്ലോ. അപ്പോൾ 2 കളറായിട്ട് ഇരിക്കൂലേ? കഴുത്തിലും അപ്ലൈ ചെയ്യാം, ഈ കയ്യിൽ ഈ കാണുന്ന ഭാഗത്തും കൂടി സമയമുള്ളപ്പോഴാണെങ്കിൽ ഇവിടെയും കൂടി അപ്ലൈ ചെയ്യാം. കയ്യിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയെടുക്കാൻ പോകാൻ പറ്റിയല്ലോ, അതാ കുഴപ്പം. തിരക്കുള്ളപ്പോഴാണെങ്കിൽ കഴുത്തിലും മുഖത്തും തേക്കാം. അപ്പം അതിനനുസരിച്ച് അളവെടുക്കണം. നമ്മുടെ ടൈം അനുസരിച്ചും നമ്മൾ ശരീരത്തിൻ്റെ എത്ര ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതനുസരിച്ച് വേണമല്ലോ അളവെടുക്കാൻ. അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കടലമാവ് ഇട്ടു. കടലമാവിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ മേടിച്ച് വെക്കണേ, ഇത്തിരി തീർന്നിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അടുക്കളയിൽ ഇല്ലെങ്കിൽ ഇത്തിരി മേടിച്ച് വെച്ചോ. കടലമാവ് വലിയ വിലയൊന്നും ഉള്ളതല്ല, അപ്പോൾ അതങ്ങോട്ടിട്ടു. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എടുക്കുന്നതിന് മുമ്പ് ഇത് രണ്ടും കൂടി ഞാൻ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചു. ബീട്രൂട്ടിൻ്റെ അരച്ചതിനകത്തോട്ടേ കടലമാവിനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു. ഇനി ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ തൈരാണ്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. കുറച്ച് തൈരെടുക്കാം. തൈരിന് പകരം അല്ലെങ്കിൽ പാലെടുക്കാം, ഇനി അതല്ലെങ്കിൽ നാരങ്ങ നീരെടുക്കാം, അല്ലെങ്കിൽ തക്കാളി നീരെടുക്കാം. അങ്ങനെ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള, ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള, പെട്ടെന്ന് നമ്മുടെ അടുക്കളയിലുള്ളത്. ചിലപ്പോൾ ഇതൊക്കെ ചെറിയ വിലയുടെ സാധനങ്ങളാണെങ്കിലും ചില സമയത്ത് ചിലതൊക്കെ തീർന്നു പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ ഒരാഴ്ച ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അതിന് പകരം വയ്ക്കാവുന്ന ഇൻഗ്രീഡിയൻ്റ്, ഇതുമായി മാച്ച് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ഏതാണോ ഉള്ളത് അതങ്ങോട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇത്തിരി തൈര് ഒഴിക്കുകയാണ്. തൈര് ഒന്നാന്തരം ഒരു ക്ലെൻസറാണ് അല്ലേ? തൈര് ഒഴിച്ചു, 1 സ്പൂൺ തൈര് ഒഴിച്ചു. ഇനി അതിലേക്ക് തൈര് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഇത്തിരി ഹണിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് നല്ല ഒറിജിനൽ ചെറുതേനാണ്. ചെറുതേനിന് ഔഷധ ഗുണം കൂടും. ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഗുണമുള്ളതാണല്ലോ ഇതെല്ലാം തന്നെ. ഏജിങ് പ്രോസസ്സിനെ മെല്ലെയാക്കും. ഏജിങ് പ്രോസസ്സ് ഏതായാലും ഒരു സത്യമാണ്. നമുക്ക് ഏജ് ആകുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കുറേയൊക്കെ നമ്മുടെ സ്കിന്നിലെ
ചുളിവിനെ അകറ്റി നിർത്താം. അതുപോലെ തന്നെ സൺടാനിനെ, കരുവാളിപ്പ്, കറുത്തപാട്, മെലസ്മ, ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും അകറ്റാനും ഒക്കെ സാധിക്കും. അപ്പോൾ കുറച്ച് ചെറുപ്പത്തിലെ ഇതൊക്കെ ഇത്തിരി സമയം കണ്ടെത്തി, എന്ത് തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഇത്തിരി സമയം, ചെറുതേനൊക്കെ ആണെങ്കിൽ നല്ല വിലയുണ്ട്, കുറച്ചൊഴിച്ചാൽ മതി. പെട്ടെന്ന് തീർന്നു പോയാലേ. നല്ല ശുദ്ധമായ ചെറുതേനാണ്, ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇന്നലത്തെ ഫേസ് പാക്കിലും ഞാൻ കോഫി പൗഡർ കൊണ്ടുള്ള ഫേഷ്യൽ തയ്യാറാക്കിയപ്പോഴും ഞാൻ ചെറുതേൻ എടുത്ത് വെക്കാൻ മറന്നു പോയിട്ട് വൻതേനാണ് ഒഴിച്ചത്. ഇന്ന് ഞാൻ അതുകൊണ്ട് കയ്യിൽ പറ്റിയ തേൻ വെറുതെ ആദ്യം മുഖത്തങ്ങ് കിടക്കട്ടെ. മുഖമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് തുടച്ച് വന്നിരിക്കുന്ന കേട്ടോ, വേർപ്പൊന്നും പാടില്ല. ഇത്തരം ഫേഷ്യലൊക്കെ ഇടുമ്പോൾ ആദ്യം മുഖമൊന്ന് വൃത്തിയാക്കണം. അയ്യോ, ആ ചെറുതേൻ അങ്ങോട്ട് കഴിച്ചാലും മതിയായിരുന്നു അല്ലേ, കയ്യിൽ പറ്റിയ ചെറുതേൻ. ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടേനെ. ഏതായാലും ഞാൻ അത് മുഖത്തോട്ടാണല്ലോ തേച്ചത്. ഉള്ളിൽ കഴിച്ചാലും പുറമെ അപ്ലൈ ചെയ്താലും നമ്മുടെ സ്കിൻ ക്ലിയർ ആകും, കളർ വയ്ക്കും, ഗ്ലോ ആകും, ആൻറ്റി ഏജിങ് ആകും. ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെയുള്ള സംഭവങ്ങളാണല്ലോ ഇതെല്ലാം. അപ്പോഴെൻ്റെ ഫേസ് പാക്ക് റെഡിയായി. ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട്, 1 സ്പൂൺ കടലമാവ്, സ്വല്പം ചെറുതേന്, ഒരു ചെറിയ സ്പൂൺ തൈര്. ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയ ഫേസ് പാക്കാണ് കേട്ടോ. കണ്ടുവരിക്കുന്നേ. ഇനി ഇത് മുഖത്തങ്ങോട്ട് അപ്ലൈ ചെയ്യാം. മുഖമൊക്കെ നന്നായി വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണേ. റിങ്കിൾസിനെ പ്രതിരോധിക്കാനും പെട്ടെന്ന് ഏജിങ് ആകുന്ന ആ പ്രോസസ്സിനെ മെല്ലെ ആക്കാനും സൺടാനൊക്കെ മാറാനും പിമ്പിൾസ് വരുന്ന പാട് മാറാനും മെലസ്മ മാറാനും. ഇരുനിറക്കാരും വിഷമിക്കേണ്ട കേട്ടോ. മാലയെ പറ്റും, കുഴപ്പമില്ലാതെ കഴുകിക്കളയാം. കഴുത്തിലും അപ്ലൈ ചെയ്യാം, ഉടുപ്പിലൊക്കെ വീഴുന്നുണ്ട്, സാരമില്ല, കഴുകിക്കളയാം. പുറത്തൊന്നും പോകുമ്പോൾ ഇടുന്ന ഉടുപ്പല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു ടവല് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ എടുത്തോണ്ട് വന്നില്ല. ഇന്നലെ വായിക്കിടാൻ വന്നിരുന്നപ്പോൾ ചെറുതേനെടുക്കാൻ വിട്ടുപോയി. ഇന്ന് വന്നപ്പോൾ ഇവിടെ ഇടാനായിട്ട് ടവൽ എടുക്കാമായിരുന്നു, അത് വിട്ടുപോയി. ഇനി കഴിയല, മടിയാ. ചില കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ചിലപ്പോൾ ഭയങ്കര മടിയാണ്. മൊത്തത്തിൽ മടിച്ചൊന്നുമല്ല കേട്ടോ, എന്നാലും പണിയെടുക്കാൻ മടിയൊന്നുമില്ലേ. പക്ഷേ ഇങ്ങനെ വായിക്കൊക്കെ ഇടാൻ നേരത്ത് ചില കാര്യങ്ങൾ അങ്ങോട്ട് ഓർത്തെടുത്ത് കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിൽ പിന്നെ ഏറ്റുപോയി എടുക്കാനൊരു മടിയാണ്. അതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി കുളിക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ ഉടുപ്പിൽ ഇത്തിരി ആയാലും കുഴപ്പമില്ല. പിന്നെ ഉടുപ്പിൽ കറ പറ്റുന്ന സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ഓഹോ, ഞാൻ ചുവന്നു. ചെവിയിൽ കൂടി ഇത്തിരി ഇരിക്കട്ടെ. അയ്യോ, തണുപ്പ്. ചെവിയുടെ ഉള്ളിൽ പോകാതെ നോക്കണം. ഈ പുറമേ കാണുന്ന ഭാഗത്ത് മാത്രം ലേശം തേക്കാം. എന്താന്ന് വെച്ചാൽ ഈ ഭാഗമെല്ലാം ഒരേപോലത്തെ കളർ വരണമല്ലോ. പലയിടത്ത് പല കളറായിട്ടിരുന്നാലേ ഇന്ത്യ മഹാരാജ്യത്തിലെ പല സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തും പോലെ ഇരിക്കും. പണ്ട് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ നമ്മൾ ഇല്ലേ സ്റ്റേറ്റ്സ് അടയാളപ്പെടുത്തിയല്ലേ, പരീക്ഷയ്ക്ക് അങ്ങനെ വരികയല്ലേ. ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് ഔട്ട്ലൈൻ തന്നിട്ട് സ്റ്റേറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്താൻ വരികയല്ലേ. അപ്പോൾ ഇതിന് ഓരോ അടയാളങ്ങളായിരുന്നു ഇരുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ? നേരത്തെ പഠിച്ചവർ, ഇപ്പം പഠിച്ചവർ പിന്നെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ചിലതിൽ ഇങ്ങനെയുള്ള വര, ചിലതിൽ ഇങ്ങനെയുള്ള വര, ചിലതിൽ ചില ഷെയ്ഡുകൾ, കളറുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടേ ഓരോ സംസ്ഥാനത്തിൻ്റെ ക്ലൂ തരും അല്ലേ. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് അത് ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തണം. അങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു കളറ്, പിന്നെ കഴുത്ത് വേറൊരു കളറ്, മുഖം വേറൊരു കളറ് എന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മോശമല്ലേ. അതുകൊണ്ട് ഇനി അല്പം കളർ കുറഞ്ഞവർ, കറുത്ത കളറുള്ളവർ സങ്കടപ്പെടേണ്ട കേട്ടോ. ഞാൻ ഇന്നലെ ഇട്ട പായ്ക്ക് കണ്ടു നോക്കുക, ഇന്നിട്ട പായ്ക്ക് കണ്ടു നോക്കുക. ഇതൊക്കെ അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് ആ കറുപ്പിനെ അല്പം ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കും. അവരങ്ങ് പൂർണ്ണമായിട്ട് നല്ല വെളുപ്പാവും എന്നല്ല പറയുന്നത്, പക്ഷേ അവരുടെ ആ കറുത്ത സ്കിന്നിനൊരു ഗ്ലോ വരും, ചെറിയ ഒരു നിറം മാറ്റം ഫീൽ ചെയ്യും. ഈ കറുപ്പാണെന്ന് കണ്ട് പേടിക്കാനൊന്നുമില്ല. നീ
സ്കിന്ന് ഗ്ലോ ആയിരുന്നാൽ മതി. എന്താ മുഖക്കുരു ഇല്ലാതിരിക്കുക, ഡിസ്കളറേഷൻ ഇല്ലാതിരിക്കുക. മുകളിലേക്ക് നമുക്ക് മസാജ് കൊടുക്കാം. താഴേക്ക് മസാജ് കൊടുക്കുമ്പോൾ സ്കിന്നിങ്ങനെ തൂങ്ങും അല്ലേ. ഞാനത് ചിലപ്പോഴൊക്കെ അങ്ങ് മറന്നു പോകും കേട്ടോ. എപ്പോഴും നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ കഴുത്തിൽ നിന്ന് മുകളിലേക്ക് വേണം കൊടുക്കാൻ. എൻ്റെ സ്കിന്ന് പിന്നെ വെളുത്തതാണ് കേട്ടോ. പിന്നെ ഇത് തേച്ചിട്ട് പ്രത്യേകിച്ച് വെളുപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഉള്ള സ്കിന്ന് പെട്ടെന്ന് ഏജിങ് ആകാതെ സംരക്ഷിക്കാൻ പറ്റും. പിന്നെ വെയിലത്ത് പോകുമ്പോൾ ഉള്ള കരുവാളിപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. കുറച്ച് തിളക്കം കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അല്പം ചൊടിയിലായാലും കുഴപ്പമൊന്നുമില്ല. തേനുള്ളത് കൊണ്ടൊരു മധുരമുണ്ട് കേട്ടോ. അതുപോലെ ഈ ബീറ്റ്റൂട്ടിൻ്റെ മധുരവും തേനിൻ്റെ മധുരവും ഒക്കെ കൂടി. ചൊടിക്കും കളർ കിട്ടട്ടെ. വേറെ ലിപ്സ്റ്റിക്കൊന്നും അപ്ലൈ ചെയ്യണ്ടല്ലോ. ചൊടിയിലും അപ്ലൈ ചെയ്യാം. സംസാരിക്കുമ്പോൾ അതിന് അംശം ഒരിത്തിരി ഉള്ളിലേക്ക് വായിലേക്ക് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചെന്നാലും ഗുണമുള്ള സാധനങ്ങളാണ്. ചെറുതേന്, ബീറ്റ്റൂട്ട്, പിന്നെ തൈര്, ഒന്നും കുഴപ്പമില്ല. പിന്നെ ആ കടലമാവ് മാത്രം ഇതാണെന്നുള്ളതേ ഉള്ളൂ, പച്ചക്കുള്ളതാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് കൂടുതലുണ്ട് കേട്ടോ. കുറച്ചെടുത്താലും ഇത് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേനും ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് കയ്യിലൊക്കെ കൂടെ സമർത്ഥമായിട്ടങ്ങ് തേക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഹോൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെയാണെങ്കിൽ കളർ വയ്ക്കാനായിട്ട് ഹോൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കളർ കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പേ അവർ ഇത് തേച്ചങ്ങ് നിർത്തിയാൽ മതി. എന്നിട്ട് കുളിപ്പിച്ചാൽ മതി. 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേ കുളിപ്പിച്ചാൽ മതിയല്ലോ. അവർക്ക് നല്ല കളർ വെച്ച് കിട്ടും. അപ്പം ഞാൻ എൻ്റെ കയ്യെ കുളിപ്പിച്ചു, കഴുത്തിനെ കുളിപ്പിച്ചു, മുഖത്തെ കുളിപ്പിച്ചു, ചെവിയെ കുളിപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ റോസിയായി. എൻ്റെ പേര് ലിസി എന്നാണേ. ഞാനിപ്പോൾ തേച്ച് റോസിയായി. ഇന്നലെ ഞാൻ കോഫി പൗഡറിൻ്റെ ഫേഷ്യൽ ഇട്ടപ്പോൾ ഞാൻ കറമ്പിയായത്. എന്താണോ നമ്മൾ ഭക്ഷിക്കുന്നത് അതാണ് നമ്മളുടെ ബോഡി, ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയും അല്ലേ. നല്ല ഓർഗാനിക് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ തന്നെ വിഷമാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കിട്ടുന്നതേ. എന്നാലും അതിനെ നമുക്ക് കുറേ നേരം കല്ലുപ്പും വിനേഗറൊക്കെ ഒഴിച്ച് വെച്ച വെള്ളത്തിലിട്ട് 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം കഴുകിയിട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. എന്നാലും യൂസ് ചെയ്യാതെ ഇരുന്നാൽ നമ്മളുടെ ഹെൽത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. വിഷമുണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിക്കാതെ ഇരിക്കരുത്. നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലോക്ക് വൈസായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടും ഒക്കെ 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും തേച്ചിട്ട്. ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇരുന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുടച്ചെടുക്കാം. പിന്നെ നല്ല ശുദ്ധമായ വാട്ടറിൽ കഴുകിക്കളയാം. പച്ചവെള്ളത്തിലങ്ങ് കഴുകിക്കളയാം. എന്നിട്ട് എൻ്റെ കളറിൽ വന്ന വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. കളറിൽ വന്ന വ്യത്യാസം എന്ന് പറയാൻ പറ്റിയല്ലേ. ഞാനതൊരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല. വെളുത്ത നിറമാണ് ദൈവം തന്നത്. പക്ഷേ വെളുപ്പ് വേണ്ടത് മനസ്സിലാണ്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. പുറമേയുള്ള കളറിലൊന്നും കാര്യമില്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല അല്ലേ. മിന്നിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതിലൊന്നും വലിയ കഥയില്ല. എങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ള ഗ്ലോയൊക്കെ ഒന്ന് നിലനിർത്താം എന്നുള്ളതേ ഉള്ളൂ. സൗന്ദര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ എല്ലാവർക്കും. ഓക്കെ, ഇപ്പോൾ ഇത് ഇരിക്കട്ടെ കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കാണാമേ. ആ 15 മിനിറ്റ് ഞാൻ കിച്ചണിൽ എങ്ങനെയാലും പ്രയോജനപ്പെടുത്താമോ നോക്കട്ടെ. എങ്ങനെയാലും അല്ല, സമയം 4 മണിയായി. അപ്പോൾ ചായക്കൊരു ചെറുകടി ഉണ്ടാക്കാം. ഈ കണ്ണിൻ്റെ മുകളിൽ ഇത്തിരി ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിട്ട് കണ്ണിൽ വീഴാതെ നോക്കണേ.
ഒരിത്തിരി വിരലിൻ്റെ അറ്റത്ത് തൊട്ടിട്ടേ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി അവിടെ മാത്രം ഗ്ലോ ആകാതെ പോകണ്ട. കണ്ണിനകത്തേക്ക് വീഴാതെ നോക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ ചായക്ക് കടി ഉണ്ടാക്കാൻ പോവാം. ഈ ഉള്ളം കൈയിലെ മാത്രം ഇത് മാത്രം കയ്യിലെ ഇവിടുത്തെ മാത്രം കഴുകി കളഞ്ഞിട്ട് ചായക്ക് ഒരു കടി ഉണ്ടാക്കാം. ഇത് പിടിക്കുന്ന നേരത്തെ വെറുതെ ഇരുന്ന് സമയം കളയുന്നല്ലോ. ഹായ്, അങ്ങനെ ബീറ്റ്റൂട്ട് ഫേഷ്യൽ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാനിതാ ഒരു ടവൽ നനച്ച് പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്ന് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റി നോക്കാം. ഹായ്, കണ്ടോ റിസൾട്ട്? കണ്ടോ എന്താ കളർ വെച്ച്? ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. നോക്കിക്കേ, വെറുതെ പറയുന്നല്ലോ. ആഹാ, അപ്പം ഇനി എല്ലാവരും ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ നേരത്തൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തുടച്ച് മാറ്റാം. അതിനുശേഷം മുഖം കഴുകാം. അപ്പോൾ വെളുപ്പായി. ഇത്രയും വെളുപ്പ് വേണ്ടായിരുന്നു അല്ലേ? എൻ്റെ സ്കിന്ന് വെളുത്തതായതുകൊണ്ട് ഗമ പറഞ്ഞതല്ല കേട്ടോ, അഹങ്കാരം പറഞ്ഞതുമല്ലേ. അങ്ങനെ വിചാരിച്ചേക്കരുതേ. പെട്ടെന്ന് നന്നായി വെളുക്കും എന്ന് കാണിച്ചു തന്നു എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ കേട്ടോ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളെ സമയം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ബ്യൂട്ടി ടിപ്സൊക്കെ പ്രയോഗിച്ച് നോക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന, ഒരുപാട് സമയമൊന്നും മെനക്കെടണ്ട. നമ്മുടെ ഉള്ള സ്കിന്നെ ഗ്ലോ ആക്കി എടുക്കാം. അപ്പോൾ ഇനി വീണ്ടും മറ്റ് സബ്ജക്ട്സും ഇതുപോലെയുള്ള ബ്യൂട്ടി ടിപ്സും ഒക്കെയായി ഞാൻ വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.